കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്നും എണ്ണ വിൽക്കുവാൻ പോവായിരുന്നു. വിൽക്കുവാൻ നേരത്ത് ഓരോരോ വീട്ടിൽ പോവുമായിരുന്നു. അതിൽ നിന്നും കിട്ടുന്ന പൈസ ശേഖരിച്ചു വെക്കുമായിരുന്നു. ആ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു സൈക്കിൾ വേണമെന്ന്. അവൾ താമസിച്ചിരുന്നത് അവളുടെ അമ്മച്ചിയുടെ കൂടെയായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ പൈസ എല്ലാം എണ്ണാൻ തുടങ്ങി. അതിനുശേഷം അവൾ വീട്ടിൽ ഒരു സാധനമായിട്ട് വന്നു. അത് സൈക്കിളാണോ? അല്ല, അവളുടെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണാടി. അവൾ അത് പഴയതാണെന്ന് അറിഞ്ഞ് ഒരു പുതിയ കണ്ണാടി അവളുടെ അമ്മച്ചിക്ക് മേടിച്ചു കൊടുത്തു. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറന്ന് അവളുടെ അമ്മച്ചിക്ക് ഒരു കണ്ണാടി മേടിച്ചു കൊടുത്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മളിൽ നിന്നും ചില നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. അത് ചിലപ്പോൾ നമുക്കൊരു കുറവും വിഷമവും ഉണ്ടാകാം. അത് മറ്റുള്ളവർക്ക് സന്തോഷത്തിനും നന്മയ്ക്കും കാരണമാകും. ഇത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. 14-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മളും അതുപോലെ ആകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ആ ചെറിയ ബാലകന് അവന്റെ അമ്മ അവന് കൊടുത്തു വിട്ടതായിരുന്നു. അത് അവൻ ദൈവത്തിന് കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് അത് സന്തോഷത്തിന് കാരണമായി. അത് യേശുവിനും അവിടെ ഉള്ളായിരുന്ന എല്ലാവർക്കും സന്തോഷത്തിന് കാരണമായി. ചെറിയ വെളിച്ചങ്ങളായ നമ്മൾ ലോകത്തിന് വെളിച്ചമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കുള്ള കഴിവുകൾ, ടാലന്റുകൾ, നന്മകൾ എന്നിവയെല്ലാം മറ്റുള്ളവരായി പങ്കിടണം. ലോകത്തിന് സന്തോഷം പകരാൻ, വെളിച്ചം പകരാൻ നമ്മെ ദൈവം ഇടയാക്കട്ടെ. ഞാനൊരു ചെറുദീപം, എന്നുള്ളിയും ചെറുതല്ലോ, എങ്കിലും എന്നോട് യേശുവിനായി ഞാൻ എരിയും അണയാതെ, എങ്കിലും എന്നോട് യേശുവിനായി ഞാൻ എരിയും അണയാതെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ചെറിയ വെളിച്ചങ്ങളായ ഞങ്ങളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ നന്മകൾ പങ്കിടുവാൻ, അനുഗ്രഹമാകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.